അസ്സലാമലൈക്കും. കേരളത്തിൽ നിന്നും ഐസിസിൽ ചേരാൻ പോയി എന്ന് സംശയിക്കപ്പെടുന്ന ചിലർ അവരുടെ വീട്ടുകാരുമായി സംസാരിക്കുന്നതിന്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ടെലിവിഷൻ ചാനലുകളിലൂടെ പ്രക്ഷേപണം ചെയ്തത് ഞാൻ കേൾക്കാനിടയായി. നാടിന്റെയും ജനങ്ങളുടെയും നന്മയും സുരക്ഷയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം ഓഡിയോ ക്ലിപ്പുകൾ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഈ ഓഡിയോ ക്ലിപ്പുകളിലൂടെ ചാനലുകൾ ജനങ്ങളെ കേൾപ്പിച്ചതെന്താണ്? നല്ല മുസ്ലിങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നാട് വിട്ട് അവർ എത്തിപ്പെട്ട സ്ഥലത്തെത്തണമെന്നും കൈക്കൂലിയും കരിഞ്ചന്തയും അഴിമതിയും മറ്റു തിന്മകളും നിറഞ്ഞ സ്ഥലങ്ങളിൽ താമസിച്ചാൽ നല്ല വിശ്വാസികളായി ജീവിക്കാൻ കഴിയില്ലെന്നും കേരളം വിട്ട ഇക്കൂട്ടർ വസിക്കുന്നിടം വളരെ നല്ലതാണെന്നും അവിടെയുള്ള ആളുകളെല്ലാം നല്ലവരും സ്നേഹമുള്ളവരുമാണെന്നും അവിടെ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷമാണെന്നുമെല്ലാം ഇക്കൂട്ടർ പറയുന്നതായിട്ടാണ് ചാനലുകൾ പ്രക്ഷേപണം ചെയ്ത ഓഡിയോ ക്ലിപ്പുകളിലൂടെ നാം കേൾക്കുന്നത്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മറ്റു ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും ഇക്കൂട്ടർ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന യുവാക്കളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും കേരളം വിട്ട് സിറിയയിലേക്കോ ഇറാഖിലേക്കോ പോകാമെന്ന് കരുതിക്കൂടായികയില്ല. എന്തിന് ഈ സാഹചര്യങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു? അതിനാൽ ദയവ് ചെയ്ത് ഇത്തരം അപകടകരമായ ഓഡിയോ ക്ലിപ്പുകൾ പ്രക്ഷേപണം ചെയ്യാതിരിക്കുക. ഇതെല്ലാം കേട്ടൊരു മുസ്ലിമും കേരളം വിട്ട് അപകടകരമായ ഈ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നല്ല മുസ്ലിമായി നല്ല വിശ്വാസിയായി ജീവിക്കാൻ കേരളത്തിലെ നിയമങ്ങളും സാഹചര്യങ്ങളും ഒരു തരത്തിലും തടസ്സമല്ല. ഏകനായ സ്രഷ്ടാവായ അല്ലാഹുവിനെ ആരാധിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിലെ പലായനം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. നല്ലൊരു മുസ്ലിമായി നല്ലൊരു വിശ്വാസിയായി ജീവിക്കാൻ എന്ത് തടസ്സമാണ് കേരളത്തിലുള്ളത്? ഇവിടത്തെ ഒരു നിയമവും ഒരു മുസ്ലിമിനോടും സ്രഷ്ടാവിനെ ആരാധിക്കാൻ പാടില്ലെന്ന് കൽപ്പിക്കുന്നില്ല. സൃഷ്ടികളെ ആരാധിക്കണമെന്ന് നിർബന്ധിക്കുന്നുമില്ല. ഇവിടത്തെ ഒരു കോടതിയും നിയമാനുസൃതമായി മസ്ജിദുകൾ നിർമ്മിക്കുന്നത് വിലക്കുകയോ മസ്ജിദുകളിൽ പോകുന്നത് തടയുകയോ ചെയ്യുന്നില്ല. ഖുർആൻ പഠിക്കരുതെന്നും പഠിപ്പിക്കരുതെന്നും ഇവിടെ വിലക്കില്ല. മറിച്ച് അറബി പഠിപ്പിക്കാനുള്ള സിലബസുകൾ പല സർക്കാർ സ്കൂളുകളിലുമുണ്ട്. ഇങ്ങനെ അറബി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതും ഇവിടത്തെ സർക്കാർ തന്നെയാണ്. ഇവിടത്തെ ഒരു ഉദ്യോഗസ്ഥനും ഒരു മുസ്ലിമിനോടും മദ്യപിക്കണമെന്നും വ്യഭിചരിക്കണമെന്നും കൈക്കൂലി നൽകണമെന്നും കരിഞ്ചന്തയിലും പൂഴ്ത്തിവെപ്പിലും ഏർപ്പെടണമെന്നും കൽപ്പിക്കുന്നില്ല. ഇവിടത്തെ ഒരു ഭരണാധികാരിയും ഒരു മുസ്ലിമിനോടും ദാനധർമ്മങ്ങൾ ചെയ്യരുതെന്നും മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറരുതെന്നും സഹജീവികളെ സഹായിക്കരുതെന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു മുസ്ലിമായി നല്ലൊരു വിശ്വാസിയായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ കേരളത്തിൽ ഒരു മുസ്ലിമിനും യാതൊരു തടസ്സവുമില്ല. ഇവിടത്തെ ഒരു നിയമവും ഒരു മുസ്ലിമിനെയും നല്ല മനുഷ്യനായി ജീവിക്കുന്നതിൽ നിന്നും വിലക്കുന്നുമില്ല. കൈക്കൂലി നൽകാതെ ജോലി ലഭിക്കില്ലെങ്കിൽ ഒരു നല്ല മുസ്ലിം ചെയ്യേണ്ടത് കൈക്കൂലി കൊടുക്കാതെ ലഭിക്കുന്ന മറ്റേതെങ്കിലും ജോലിക്ക് ചേരുക എന്നതാണ്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്താതെ വ്യാപാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു നല്ല വിശ്വാസി ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യാതെ ചെറിയ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കച്ചവടം ചെയ്യുക എന്നതാണ്. പലിശ വാങ്ങാതെ വീട് പണിയാൻ കഴിയില്ലെങ്കിൽ നല്ലൊരു മുസ്ലിം ചെയ്യേണ്ടത് കയ്യിലെ പണം കൊണ്ട് പണിയാൻ കഴിയുന്ന ഒരു ചെറിയ പുര ഉണ്ടാക്കുക എന്നതാണ്. ഇതല്ലാതെ വീട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പിറന്ന നാടിനെയും ഉപേക്ഷിച്ച് അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് ഇണയെയും കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. ഇത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല. പിറന്ന വീണ നാടിനോടും ജീവിക്കുന്ന സ്ഥലത്തോടും ഒട്ടനവധി ഉത്തരവാദിത്വങ്ങളും അതോടൊപ്പം ഒട്ടനവധി അവകാശങ്ങളും പൗരന് നൽകുന്നതാണ് പൗരത്വം, സിറ്റിസൺഷിപ്പ്. പൗരത്വമില്ലാത്ത അഭയാർത്ഥിയാകുമ്പോഴേ പൗരത്വത്തിന്റെ വിലയറിയുകയുള്ളൂ. പിറന്നു വീണ മക്ക എന്ന സ്ഥലത്തിൽ നിന്നും വേദനയോടെയാണ് പ്രവാചകൻ പലായനം ചെയ്തത്. കാരണം അവിടെ മതസ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്നാൽ കേരളത്തിൽ മതസ്വാതന്ത്ര്യമുണ്ട്. അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നീതിന്യായ കോടതികളെ സമീപിച്ചുകൊണ്ട് അവ പുനഃസ്ഥാപിക്കാനും കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും കഴിയും. പിന്നെ എന്തിന് പലായനം ചെയ്യണം? അരമണിക്കൂർ കൊണ്ട് കാറിലെത്താനുള്ള സൗകര്യമുണ്ടായിട്ടും ഒട്ടകത്തിൽ പോയി
രാത്രി എത്തേണ്ട സ്ഥലത്തെത്തുന്നതല്ല വിശ്വാസം, മറിച്ച് അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടിടത്തെത്തി ബാക്കി സമയം കൊണ്ട് സഹജീവികൾക്ക് നന്മ ചെയ്യുന്നതാണ് വിശ്വാസം. ഗ്യാസ് അടുപ്പ് ലഭിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും വിറക് ശേഖരിച്ച് അടുപ്പ് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് സമയം കളയുന്നതല്ല വിശ്വാസം, മറിച്ച് ഫ്രിഡ്ജിന്റെയും ഗ്യാസ് അടുപ്പിന്റെയും ഡിഷ് വാഷറിന്റെയും എല്ലാം സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് ബാക്കി സമയം സഹജീവികളുടെ കണ്ണുനീരൊപ്പിയും രോഗികളെ സാന്ത്വനിപ്പിച്ചും വിജ്ഞാനം കരസ്ഥമാക്കിയും സമയം ചെലവഴിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഒട്ടകവും ആടുമേയ്ക്കലും ഈന്തപ്പനയും ഒന്നുമല്ല വിശ്വാസം. മരുഭൂമിയും കൂടാരവും അറബി വേഷവുമല്ല ഇസ്ലാം. താടിയിലും നിസ്കാര തഴമ്പിലും ശിരോവസ്ത്രത്തിലും ഒതുക്കേണ്ടതല്ല പ്രവാചക സ്നേഹം, മറിച്ച് താൻ സ്നേഹിക്കുന്നത് തന്റെ സഹോദരന് വേണ്ടി സ്നേഹിക്കുകയും താൻ വെറുക്കുന്നത് തന്റെ സഹോദരന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കാതെ തന്റെ ഭക്ഷണത്തിൽ നിന്നും അയൽക്കാരന് നൽകുന്നതാണ് നല്ല മുസ്ലിമിന്റെ ലക്ഷണം. നിരപരാധിയായ ഒരു അമുസ്ലിമിനെയാണ് അക്രമിയായ മുസ്ലിം പേരുള്ളയാൾ ഉപദ്രവിക്കുന്നതെങ്കിൽ അക്രമിയായ മുസ്ലിം പേരുള്ളയാളോടൊപ്പം നിൽക്കാതെ നിരപരാധിയായ ആ അമുസ്ലിമിനെ സംരക്ഷിക്കുന്നതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം. അതിനാൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും AC-യും കാറും ഉണ്ടായത് കൊണ്ട് മാത്രം ഒരാളുടെയും വിശ്വാസത്തിന് മങ്ങലേൽക്കില്ലെന്നും മരുഭൂമിയിൽ പോയി ഇതൊന്നുമില്ലാതെ ജീവിച്ചതുകൊണ്ട് മാത്രം ഒരു മുസ്ലിമിന്റെയും വിശ്വാസം വർദ്ധിക്കാനും പോകുന്നില്ലെന്ന് മനസ്സിലാക്കുക. തിന്മകൾ ഒട്ടേറെ ചുറ്റുപാടുമുണ്ടെങ്കിലും റമദാനിൽ 1 മാസത്തോളം സൂക്ഷ്മതയോടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഈ മനോഹരമായ നാട് വിട്ട് വേറൊരിടത്ത് പോയി ജീവിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ നല്ല മുസ്ലിമാകില്ല, വിശ്വാസിയാകില്ല, നല്ല മനുഷ്യനുമാകില്ല. അതിനാൽ ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ ഓഡിയോ ക്ലിപ്പുകൾ കേട്ട് വിഡ്ഢിത്തത്തിൽ കുടുങ്ങാതിരിക്കുക. ഒരിക്കലും മനോഹരമായി ഈ നാട് വിട്ട് പലായനം ചെയ്യാതിരിക്കുക. ഈ നാട്ടിൽ തന്നെ ജീവിച്ച് നല്ല മുസ്ലിങ്ങളായി, നല്ല വിശ്വാസികളായി സഹജീവികളോടും മുസ്ലിങ്ങളോടും അമുസ്ലിങ്ങളോടും കാരുണ്യത്തോടെ പെരുമാറിക്കൊണ്ട് ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും മുസ്ലിം എന്ത്, ഇസ്ലാം എന്ത്, പ്രവാചകന്റെ മഹത്വം എന്ത്, ഖുർആന്റെ പ്രസക്തി എന്ത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുക. അപ്പോഴാണ് നിങ്ങൾ നല്ല മുസ്ലിമാകുന്നതും നല്ല വിശ്വാസിയാകുന്നതും നല്ല മനുഷ്യനാകുന്നതും. അസ്സലാമു അലൈക്കും.